ഈ തെരഞ്ഞെടുപ്പിൽ മോദി തരംഗമുണ്ടോ ഇല്ലയോ? ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ ഉയർന്നു വന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്. പ്രതിപക്ഷ പാർട്ടികളുടെ ഉത്തരം ഇല്ല എന്നാണെങ്കിൽ ബി ജെ പിക്കാർ പറയുന്നത് രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ മോദി തരംഗം ആഞ്ഞടിക്കുന്നുവെന്നും മോദി തരംഗം എന്നത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന സുപ്രധാന ഘടകമാകും എന്നതുമാണ്. എന്നാൽ ചില ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ഇക്കാര്യത്തിൽ നല്ല സംശയമുണ്ട്. തെരഞ്ഞെടുപ്പിൽ തങ്ങളെ ജയിപ്പിക്കാൻ ഒരു മോദിക്കും സാധിക്കില്ലെന്നും ജയിക്കണമെങ്കിൽ തങ്ങൾ തന്നെ വിചാരിക്കണമെന്നും ബി ജെ പി സ്ഥാനാർത്ഥികൾ പലരും രഹസ്യമായും പരസ്യമായും പറയുന്നുണ്ട്. എന്നാൽ ചില ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ഈ രഹസ്യ സ്വഭാവം ഒന്നുമില്ല. അവർ തുറന്നു തന്നെ സമ്മതിക്കുകയാണ്. അതായത് രാജ്യത്ത് മോദി തരംഗം എന്ന ഒരു തരംഗമൊന്നും ഇല്ല എന്നും ജയിക്കണമെങ്കിൽ നന്നായിട്ട് പണിയെടുക്കണമെന്നും ഈ സ്ഥാനാർത്ഥികൾ പൊതുവേദികളിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇത് ബി ജെ പി ക്യാമ്പുകളിൽ വലിയ ഞെട്ടലും പ്രതിഷേധവും ഉണ്ടാക്കി കഴിഞ്ഞു. മോദിയെ പ്രതിപക്ഷം തള്ളിപ്പറയുന്നത് അംഗീകരിക്കാം. എന്നാൽ ബി ജെ പിക്കാർ തന്നെ സീറ്റ് നൽകിയ സ്ഥാനാർത്ഥികൾ പ്രധാനമന്ത്രി മോദിയെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നത് പാർട്ടിക്കാരെ ആകെ കലിപ്പിലാക്കി കഴിഞ്ഞു. ഇക്കൂട്ടത്തിൽ ശ്രദ്ധേയമായ പരാമർശം വന്നത് മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ നിന്നുള്ള ബി ജെ പി സ്ഥാനാർത്ഥി നവനീത് റാണയിൽ നിന്നുമാണ്. 2019 തെരഞ്ഞെടുപ്പിൽ NCP സ്ഥാനാർത്ഥിയായി വിജയിച്ചതിൻ്റെ അനുഭവ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് നവനീത് ഇക്കാര്യം പറഞ്ഞത്. വലിയ മോദി തരംഗമുണ്ടെന്ന് ബി ജെ പിക്കാർ അവകാശപ്പെട്ട കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുല്ലുപോലെയാണ് താൻ NCP ടിക്കറ്റിൽ ജയിച്ചതെന്ന് പറഞ്ഞ നവനീത് റാണ അന്ന് ഒരു തരംഗത്തിനും തൻ്റെ വിജയത്തെ തടയാൻ സാധിച്ചിട്ടില്ലെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ മോദി തരംഗമില്ലെന്നും നന്നായി അധ്വാനിച്ചാൽ മാത്രമേ വിജയിക്കാനാവൂ എന്നുമുള്ള നവനീത് റാണയുടെ പ്രസ്താവന ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. നവനീത് പറയുന്നത് സത്യമാണെന്നും പ്രതിപക്ഷവും ഇത് തന്നെയാണ് പറയുന്നത് എന്നുമുള്ള വാദം ഉയർന്നതോടെ പറഞ്ഞത് തിരുത്താനുള്ള വിഫല ശ്രമം നവനീതിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. താൻ അതല്ല ഉദ്ദേശിച്ചതെന്നും തൻ്റെ പ്രസംഗത്തിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തതാണെന്നും നവനീത് പറയുമ്പോൾ പക്ഷെ കേൾക്കാനുള്ളവർ മുഴുവൻ അത് കേട്ടുകഴിഞ്ഞു. അത്രമാത്രം സ്പഷ്ടമായിട്ടാണ് നവനീത് മോദിയെ വിമർശിച്ചിരിക്കുന്നത്. നവനീതിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിങ്ങൾ കാണണം. ഉച്ചയ്ക്ക് 12 മണിക്കകം എല്ലാ വോട്ടർമാരെയും ബൂത്തിലെത്തിക്കണം. മോദി തരംഗമുണ്ടെന്ന മിഥ്യാധാരണയിൽ അലസത പാടില്ല. 2019 മോദി തരംഗത്തെ അതിജീവിച്ചാണ് ഞാൻ വിജയിച്ചത്. 2019 NCP പിന്തുണയോടെ മത്സരിച്ച് വിജയിച്ച നടി കൂടിയായ നവനീത് പിന്നീട് ബി ജെ പിക്കൊപ്പം ചേരുകയായിരുന്നു. എന്തായാലും ബി ജെ പി ക്യാമ്പിനുള്ളിൽ നിന്ന് തന്നെ മോദി വിരുദ്ധ വികാരം ഉയരുമ്പോൾ ഏത് രീതിയിൽ അതിനെ അതിജീവിക്കുമെന്ന ധാരണ ബി ജെ പി നേതാക്കൾക്ക് പോലും ഇല്ല എന്നതാണ് സത്യം.